ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ആദ്യമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. കൂടാതെ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ കൂടെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കുന്ന ഫ്രൂട്ട് ഇതാണ്. നിങ്ങൾക്കറിയാൻ പറ്റും, ഇത് നമ്മുടെ ഇവിടെ മാതള നാരങ്ങ, ബബ്ലൂസ് നാരങ്ങ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുന്നതിൽ കിടക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിതിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അല്ലി കുരു പോക്കിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിതിൻ്റെ കുരുവെല്ലാം പോക്കി അല്ലി മാത്രമാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയേ, ഇതൊരു ക്യൂട്ടായിട്ടുള്ള കളറാണ്. കാണുമ്പോൾ തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ജ്യൂസ് ആയതുകൊണ്ടാണ് ജ്യൂസ് ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിങ്ങനെ കഴിച്ചാലും ടേസ്റ്റാണ്. ഒരു ക്യൂട്ട് കളർ, ബേബി പിങ്ക് കളറാണ്. അപ്പോൾ നമുക്കിത് അടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ മിക്സിൻ്റെ ജാറെടുത്ത് അതിലേക്ക് ഈ അല്ലികളെല്ലാം ഇട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യം പഞ്ചസാരയാണ്. അപ്പം നമുക്ക് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഈ ഫ്രൂട്ടിന് തന്നെ ഉണ്ടാവും ചെറിയൊരു മധുരം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ചൊരു കുഞ്ഞ് 2 കഷ്ണം ഇഞ്ചി, ഒരു ഏലക്കായ, ഇതൊക്കെ ഫ്ലേവറിന് വേണ്ടിയാണ്. പിന്നെ നമുക്ക് കുറച്ച് തണുത്ത വെള്ളം വേണം. അപ്പോൾ ഇതിലൂടെ മിക്സാക്കി നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കണം. അപ്പം നമ്മൾ അടിച്ചെടുത്ത ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ കുറച്ചൊരല്ലി ഇവിടെ എടുത്ത് വെച്ചതുണ്ട്, കുറച്ചല്ലി അതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതിന് മുകളിലായിട്ടൊന്ന് വിതറി കൊടുക്കാം. ഇതാണ് നമ്മുടെ ജ്യൂസ്. പിന്നെ ഈ ജ്യൂസ് ഒരുപാട് നേരം വെക്കാൻ പറ്റില്ല. സാധാ നാരങ്ങ ജ്യൂസ് പോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ കഴിച്ചു പോകുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇത് കത്തി കൊണ്ട് മുറിക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം കത്തി എടുത്ത് മുറിക്കാതിരിക്കുക. 1-2 പ്രാവശ്യം മുറിക്കുമ്പോൾ തന്നെ നമുക്കിത് കൈ കൊണ്ട് പൊളിച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിലാവും. അപ്പോൾ മാക്സിമം കത്തി ഇതിലാക്കുന്നത് കുറയ്ക്കുക. കത്തി തൊട്ടാലും കഴിക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണെന്ന് കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ നല്ലൊരു ജ്യൂസാണ്, നല്ല ടേസ്റ്റി ജ്യൂസാണ്. പിന്നെ ഈ ഒരു മാതള നാരങ്ങയിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ ഈ ചെയ്ത ജ്യൂസിൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.